പിണറായി വിജയൻ്റെ ശൈലി നമുക്കറിയാലോ, എന്താണ്, അടിക്കുത്തരം മുറിപ്പത്തലാണ്. അത് കൊടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം അത് കൊടുത്തു. കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു ഡാറ്റയുടെ ആവശ്യമില്ല. സാമൂഹ്യ വികസന സൂചികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം ഉണ്ടായ അന്നു മുതൽ മാറി മാറി വന്നിട്ടുള്ള എല്ലാ സർക്കാരുകൾക്കും ഇവിടെയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക്, സാമുദായിക പ്രസ്ഥാനങ്ങൾക്ക്, മതസംഘടനകൾക്ക് എല്ലാവർക്കും പങ്കുണ്ട് ഇന്നത്തെ ഈ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ. അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ പിറകിലാണെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഒരു കളക്റ്റീവ് കോൺഷ്യസിനെയാണ് ബാധിക്കുന്നത്. മലയാളിയാണത് അപമാനിക്കുന്നതായിട്ട് കാണുക. ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണം, മുമ്പൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ പ്രസംഗിച്ച ഓർമ്മയുണ്ടോ? സോമാലിയിലെ കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമാണ് ഇവിടുത്തെ കുട്ടികളുടെ കാര്യമെന്ന് പ്രസംഗിച്ചിട്ട് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഓർക്കണം. BJPക്കാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പം ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ അവരെന്ത് പ്രസംഗിക്കണം, എന്താണ് അവരുടെ കണ്ടൻറ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെയുള്ള ക്യാമ്പയിൻ മാനേജർമാർ അവർക്ക് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ അബദ്ധങ്ങൾ, പാളിച്ചകൾ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രേവന്ത് റെഡ്ഡിയുടെ പരാമർശം. അപ്പോൾ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, എഗൈൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരം ഒരു വാക്ക് പ്രയോഗിക്കുന്നത് ശരിയല്ല. പക്ഷേ മുഖ്യമന്ത്രി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ രേവന്ത് റെഡ്ഡി പിണറായി വിജയൻ്റെ ശൈലി നമുക്കറിയാലോ, എന്താണ്, അടിക്കുത്തരം മുറിപ്പത്തലാണ്. അത് കൊടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം അത് കൊടുത്തു. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അതിനോട് വേറൊരു ഭാഷയിൽ അതിനേക്കാൾ മാരകമായ പ്രയോഗമാണ് മുഖ്യമന്ത്രി നടന്നിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് അല്പം കൂടെ കുലീനമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.